പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലത്തെ ടൈപ്പോഗ്രഫികൾ എങ്ങനെ ചെയ്യാമെന്ന് പലരും ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ടൈപ്പോഗ്രഫികൾ, മലയാളം ടൈപ്പോഗ്രഫികൾ എങ്ങനെ മൊബൈലിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് നമ്മൾ ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ധാരാളം ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ ന്യൂ എന്നുള്ള ഐക്കൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അത് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ സൈസ് 5000 എടുത്ത് 5000 കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്യാൻവാസ് വിഡ്ത്തും ഹൈറ്റും കറക്റ്റ് കൊടുത്തിട്ട് ആവശ്യമുള്ളത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ധാരാളം ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. ഇവിടെ ഞാൻ ഇതിനെ ഫുള്ളായിട്ട് ട്യൂട്ടോറിയൽ വീഡിയോ അല്ല ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് ഈ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് നമ്മൾ വരച്ചതിന് ശേഷം എഡിറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഈ കോമ്പസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സാധിക്കും. ഇവിടെയുള്ള ഇത് ലെയറുകൾ കാണിക്കുന്ന ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ന്യൂ ആയിട്ടുള്ളത് ഓപ്പൺ ചെയ്യാനും അതുപോലെ സേവ് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും തുടങ്ങി മറ്റു സെറ്റിങ്സുകളൊക്കെ തുടങ്ങിയിട്ടുള്ള ടൂളുകളെ നമുക്ക് കാണുന്നത് ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. ഇനി ഇവിടെ വരുന്നത്, ഇവിടെ ഫസ്റ്റ് പെയിൻറ്റിങ് ബ്രഷുകളാണ്. ധാരാളം ബ്രഷുകൾ നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ എറേസർ ടൂളും അതുപോലെ തന്നെ ഹാൻഡ് ടൂളും അതുപോലെ തന്നെ മറ്റു ബ്ലെൻഡിങ് ഓപ്ഷനുകൾക്കുള്ള ടൂളുകളും ബ്ലർ പോലത്തെ മറ്റു കാര്യങ്ങൾക്കുള്ള ടൂളുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഇതിലിപ്പം ധാരാളം സ്റ്റൈല് ബ്രഷുകൾ അവൈലബിൾ ആണ്. ഇതവിടെ പെൻസിലിൻ്റെ പെൻസിൽ സ്റ്റൈലിലുള്ള ബ്രഷുകളുണ്ട്. അതുപോലെ തന്നെ പെന്നിൻ്റെ സ്റ്റൈലിലുള്ള ബ്രഷുകളുണ്ട്, കാലിഗ്രാഫി ബ്രഷുകളുണ്ട്, മാർക്കേഴ്സ് ബ്രഷുകളുണ്ട്, പെയിൻറ്റിൻ്റെ ബ്രഷുകളുണ്ട്, വാട്ടർ കളർ ചെയ്യുന്ന സ്റ്റൈലിലുള്ള ബ്രഷുകളുണ്ട്. അതുപോലെ തന്നെ സ്പ്രേ, ചോക്ക്, ചാർക്കോൾ, ഡിസൈൻ, ഫില്ല്, ഗ്ലോ, മിസ്ക്, അതുപോലെ തന്നെ സ്ക്രീൻ ടൂൺ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ലെഗസി, ഹാർമണി, ടെക്സ്റ്റൈൽസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സ്റ്റൈലിലുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കാലിഗ്രാഫിയുടെ ഒരു പെന്നാണ്. അതിനായിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുന്നുണ്ട്. 200 കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒപ്പാസിറ്റി 100 കൊടുത്തു. സ്മൂത്ത് ഒക്കെ 100 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കളർ സെലക്ട് ചെയ്യണം. നമ്മളിപ്പോൾ ബ്ലാക്ക് കളറിലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മളിപ്പം എഴുതിയത് നമുക്ക് ഉണ്ടോ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് എഴുതി കൊടുക്കുക. നമ്മൾ ചെറുതായിട്ട് നമുക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. പല സ്റ്റൈലിലുള്ള ഫോണ്ടുകളും ബ്രഷുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഒരു കാലിഗ്രാഫി ബ്രഷ് എടുത്തു എന്നുള്ളൂ. ഇനി നമുക്ക് ഈ ബ്രഷ് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ സൈസ് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ മൂലകളിലൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. കുറച്ചും കൂടിയും ഒന്ന് അടിപൊളിയാകും എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നവർക്കൊക്കെ ഈ ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്പെടും. ഞാനത്ര എഴുതുന്ന ഒരാളല്ല, അതുകൊണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒപ്പിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നവർക്ക് ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു മോഡൽ കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, എത്രത്തോളം അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്നവർക്ക് വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മളൊരു മോഡൽ കാണിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഈ സ്റ്റൈലുകൾ ഉപയോഗിച്ച് ടെക്സ്റ്റൈൽസ് ഒക്കെ ഉപയോഗിച്ച് പലതും കൊണ്ടുവരാൻ സാധിക്കും. ഞാനിവിടെ ഈ ലെഗസി എന്നുള്ളതിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളർ വൈറ്റായി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഇതൊരു 150 ആക്കിയിട്ട് നമ്മളിപ്പോൾ ചെയ്തത് കൊണ്ടോ ചെയ്യുന്നുണ്ട്, കാരണം നമുക്ക് ഇത്ര ഒപ്പാസിറ്റി ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ഇതും പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമുക്ക് ഓരോ ലെയർ ക്രിയേറ്റ് ചെയ്യലാണ്. ഞാൻ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ നൂറുകൂടെ വരക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മോഡൽ മാത്രം ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ലെയറിൻ്റെ ഒപ്പാസിറ്റി ചെറുതായിട്ടുണ്ട്, കുറക്കാണ്. ഓക്കെ, ഏകദേശം സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് വളരെ അടിപൊളിയായിട്ടൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോക്ക് 100 ലൈക്ക് പൂർത്തിയായാൽ ഇതുപോലെ തന്നെ മറ്റു ആപ്ലിക്കേഷനുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ട്യൂട്ടോറിയലൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇമ്പോർട്ട് ഒന്ന് ചെയ്ത് കൊടുത്താൽ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് പല വർക്കുകളും ചെയ്ത് ഇതിനെ ഒന്നും കൂടി സെറ്റപ്പ് ആക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. 100 ലൈക്ക് പൂർത്തിയായാൽ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നല്ല അടിപൊളി വർക്കുമായിട്ട് വരുന്നതാണ്. അപ്പോൾ താങ്ക് യു.